KPCCയുടെ സമരാഗ്നി യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോൾ അത് തെറിയാഗ്നി യാത്രയായിട്ട് മാറിയ സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. അന്ന് ഞങ്ങൾ ചെയ്തൊരു വീഡിയോ സ്റ്റോറിയുണ്ട്, നമ്മുടെ പ്രേക്ഷകരുടെ ഓർമ്മയ്ക്കായി പറയുകയാണ്. ആ വീഡിയോ സ്റ്റോറിയിൽ ഞങ്ങൾ പറഞ്ഞു, ഇതുകൊണ്ട് തീരില്ല, ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഇതിലും വലിയ ആപത്ത് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് അച്ചട്ടായി, അതായത് പ്രവചനം ചെയ്ത പോലെയാണ് സംഭവിച്ചത്. ഇപ്പം എന്തായി? അതിൻ്റെ സമാപനം തിരുവനന്തപുരത്ത് കേമം ഗംഭീരം, സച്ചിൻ പൈലറ്റ് മുഖ്യാതിഥി, പിന്നെ മറ്റുള്ള നേതാക്കൾ, ശശി തരൂർ, KPCC ഭാരവാഹികൾ, അവരുടെ എല്ലാം മുന്നിലെ DCC പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് പ്രസിഡന്റ് പാലോട് രവി പാടിയ ദേശീയ ഗാനം സമാപന സമ്മേളനമാണ്. അവിടെ പാടിയ ദേശീയ ഗാനം ഒരു വെറും നാക്കുപിടിയായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ജനഗണ മംഗളദായക ജയ ഹേ. ഒരു മിനിറ്റ്, അവിടെ CD കോൺഗ്രസിന്റെ വളരെ സീനിയറായ ഒരു നേതാവ്, DCC പ്രസിഡന്റ്, മുൻ MLA, അദ്ദേഹം ദേശീയഗാനം പാടിയപ്പോൾ മാറിപ്പോയി. ജനഗണമനയ്ക്ക് വരാൻ ജനഗണ മംഗളയായിപ്പോയി. ഈ മംഗള എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വെറും നാക്കുപിഴയല്ല, അത് വഞ്ചീശമംഗളത്തിലെ മംഗളമാണ്. വഞ്ചീശമംഗളം എന്തായിരുന്നു? തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം. 1938 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ബലം പ്രയോഗിച്ച് നടപ്പാക്കിയ ദേശീയ ഗാനം, അത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. അതെല്ലാ വിദ്യാലയങ്ങളിലും പൊതു സ്ഥാപനങ്ങളിലും ചടങ്ങുകളിലും ചൊല്ലണമെന്ന് ഉത്തരവിറക്കിയത് സർ CP ആയിരുന്നു. ഇത് ഞങ്ങൾ പറയാൻ കാര്യം, പാലോട് രവി തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു ദാസനാണ്. തിരുവിതാംകൂർ മുൻ രാജകുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമിതിയുടെ ഭാരവാഹിയായിട്ടിരുന്നിട്ടുള്ള ആളാണ് പാലോട് രവി. അപ്പോൾ പാലോട് രവിക്ക് സ്വാഭാവികമായിട്ടും മുൻ രാജകുടുംബത്തോടൊരു വിധേയത്വമുണ്ട്, ഒരു വിനീത വിധേയനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അബദ്ധത്തിൽ ഇത് കയറി വന്നത് അങ്ങനെയാണ്. ആ വഞ്ചീശമംഗളത്തിൻ്റെ ആ ഓർമ്മ, വഞ്ചീശമംഗളം എഴുതിയത് ആരാന്ന് നമുക്കറിയാം, മഹാകവി ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഉള്ളൂർ എഴുതിയ വഞ്ചീശമംഗളമാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയഗാനമായിട്ട് സർ CP പിന്നെ ഉത്തരവിറക്കിയത്. അത് 38 മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന 47 വരെ തിരുവിതാംകൂറിലെ പൊതുസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും ഏത് ചടങ്ങിലും, എന്തിനു പറയുന്നു, തിരുവിതാംകൂറിൻ്റെ ആകാശവാണി റേഡിയോയുടെ പ്രക്ഷേപണം രാത്രി അവസാനിക്കുന്നത് വഞ്ചീശമംഗളം ചൊല്ലിക്കൊണ്ടാണ്. വളരെ മനോഹരമായിട്ടത് ചൊല്ലുന്നുണ്ട്. നല്ല വരികളൊക്കെയാണത്, കാരണം ഉള്ളൂർ എഴുതിയ വരികളാണല്ലോ. അതിൻ്റെ കണ്ടന്റ്, അർത്ഥം, അതിൻ്റെ വഞ്ചീശമംഗളത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ രാജാവിനെ പുകഴ്ത്തുന്ന ഒരു പുകഴ്ത്തുപാട്ടാണത്. ആ പുകഴ്ത്തുപാട്ട് വളരെ മനോഹരമായ വരികളിലാണ് ഉള്ളൂർ എഴുതിയിട്ടുള്ളത്. അപ്പം അത് പാടി കേൾക്കാനും നല്ല ഒരു ഇമ്പമുള്ള പാട്ടാണ്. നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ പറയണം. പക്ഷെ അത് രാജാവിനെ പുകഴ്ത്തുന്ന ഒരു പാട്ടാണ്. അതാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയഗാനമായി മാറിയത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ എന്തായി? ഈ ജാഥ അവസാനിക്കുമ്പോൾ ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം എന്തായി? വളരെ മര്യാദയ്ക്ക് മനോഹരമായിട്ട് നല്ല രീതിയിൽ ഒരു ചടങ്ങ്, ഒരു മാസത്തോളം നീണ്ട ഈ സമരാഗ്നി യാത്ര ഒരു നല്ല ചടങ്ങോടെ അവസാനിപ്പിക്കാനും നിങ്ങൾ സമ്മതിക്കത്തില്ല, കോൺഗ്രസ്സുകാർ സമ്മതിക്കത്തില്ല എന്നല്ലേ ഇപ്പം തെളിഞ്ഞത്. ഈ പാർട്ടി എവിടേക്കാണ് പോയത്? ഈ ജാഥ കൊണ്ട് കോൺഗ്രസിന് നാണക്കേടല്ലാതെ എന്തുണ്ടായി KPCCക്ക്? ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തുറന്നു ചോദിക്കുകയാണ്. അവിടുന്ന് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ നടത്തിയ ഈ ജാഥ കൊണ്ട് കോൺഗ്രസ്സിന് എന്ത് നേട്ടമുണ്ടായി? നാണക്കേട്, പഴി,
ഉള്ള പേരും മാനവും കൂടെ പോയി എന്നല്ലാണ്ട് സമാപന സമ്മേളനം അതിൻ്റെ അങ്ങേയറ്റത്തെ നാണക്കേടായിട്ട് മാറി എന്നല്ലാണ്ട് ഇതിനെ വെറുമൊരു നാക്കുപിഴയിൽ നമുക്ക് ഒതുക്കാനാവില്ല. ഒരു പ്രസ്ഥാനം, ഒരു പരിപാടി നടത്താൻ അവർക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതുപോലും കഴിയുന്നില്ല. ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അത് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ദുരന്തമാണ് ഈ സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനം തെളിയിക്കുന്നത്. ഇവരെല്ലാം ആ വേദിയിൽ നിരന്നു നിന്ന് ഇത് കാണുകയല്ലേ. ഞാൻ സിദ്ദിഖിനെ അഭിനന്ദിക്കുന്നു, ടി സിദ്ദിഖ് MLA. കാരണം സിദ്ദിഖ് പെട്ടെന്ന് ഇടപെട്ടിട്ട് ആ മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, പാലോട് രവിയെ ഇങ്ങനെ തള്ളി മാറ്റുന്നുണ്ട്, മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാസറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഇത് ദേശീയഗാനം റെക്കോർഡ് ചെയ്ത കാസറ്റ്. ഈ കാസറ്റ് അങ്ങ് ആദ്യമേ അങ്ങ് പ്ലേ ചെയ്താൽ പോരായിരുന്നു. എന്തിനാണ് ഈ പെടാപ്പാട് പൊല്ലാപ്പിന് പോയത്? നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ സന്ദേശം സിനിമയിൽ ഓൾ ടൈം ഹിറ്റാണല്ലോ. ആ സിനിമയിലൊരു മാമുക്കോയ എന്ന മാമുക്കോയുടെ കഥാപാത്രം ചെയ്യുന്ന ആ കഥ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇന്നസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സീനിലുണ്ട്. എന്താ പറയുന്ന മാമുക്കോയ, വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുത്തനും ഇല്ലേ ഈ പാർട്ടിയിൽ എന്നാണ് മാമുക്കോയുടെ കഥാപാത്രം ചോദിക്കുന്നത്. അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ആ സിനിമയിലെ മാമുക്കോയുടെ കഥാപാത്രം. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുത്തനുമില്ലേ ഈ പാർട്ടിയിലെന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഇപ്പം നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ സ്വയം ചോദിക്കേണ്ടി വരുന്നു. ഇന്നലത്തെ തിരുവനന്തപുരത്തെ സമാപന ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഓരോ കോൺഗ്രസ്സുകാരനും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരും അവരുടെ ഉള്ളിലെ ഒരു വികാരം എന്തായിരിക്കും? ഇവന്മാർ ഈ നേതാക്കൾ ഇത് എന്തായി കാട്ടിക്കൂട്ടുന്നത് കോപ്രായങ്ങൾ എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വഴിയിൽ ഇവിടെ എത്തിയതെന്നും ഇപ്പോഴതിൻ്റെ നേതൃത്വം ആരുടെ കൈകളിലാണെന്നും ഈ നേതൃത്വത്തിന് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താനാവില്ലെന്നും കേരളത്തിലും ദേശീയ തലത്തിലും സാധിക്കില്ല എന്നും ഓരോ ദിവസവും സ്വയം വിളിച്ചു പറയുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന സമരാഗ്നിയുടെ സമാപന സമ്മേളനം. സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളിൻ്റെ പെരുമഴയാണ്, പെരുമഴ. ഒരു നേട്ടവും ഉണ്ടാക്കാതെ അവസാനിച്ച ഒരു യാത്ര. ഇനിയെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്ത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾക്ക് എവിടെ പിഴച്ചുപോയി എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുമോ, ചിന്തിക്കുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം.